എനിക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്ത് പോകണം. ജോർജ് സാറാ വിളിച്ചത്. പിന്നെ നാളെ വരും. എന്താ നിന്ന് നിപ്പിലാണ് തിരുവനന്തപുരത്തേക്കും കാസർഗോട്ടേക്കൊക്കെ? ആ നീ ഉമ്മാരൊരു കാര്യം, നമ്മുടെ ജോലി ഇങ്ങനെ ആയി പോലെ. നീ ഒരു കാര്യം ചെയ്യ, എന്നെ ഒന്ന് കുളിപ്പിക്കാം, എന്നിട്ട് മോളെ റെഡിയാക്ക. അല്ല, ഞാൻ ഒന്ന് കുളിക്കാം, മോളെ ഒന്ന് റെഡിയാക്ക. നീ പെട്ടെന്ന്. രവിയേട്ടാ, ആ മോളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിട്ട് വരാവേ. മോളെ, അച്ഛൻ ഇന്ന് പോയാൽ നാളെ വരൂ. ഒഫീഷ്യൽ ഡ്യൂട്ടി. അതിനാ നടക്ക്. ഗുഡ് ഡേ, സ്റ്റഡി വെൽ. കൂടി എല്ലാ ദിവസവും തന്നു വിടുന്ന ഫുഡിന്റെ പകുതി നീ തിരിച്ചു കൊണ്ടിരുന്നുണ്ട്. ഇന്ന് മൊത്തം കഴിച്ചോണം. ഇതുവരെ കുളിച്ചു കഴിഞ്ഞില്ലേ രവിയേട്ടാ? രവിയേട്ടാ, ഇത് എന്തൊരു കുളിയാ? ഇതുവരെ കുളിച്ചു കഴിഞ്ഞില്ലേ? തിരുവനന്തപുരം വരെ പോണ്ടല്ലേ, അവിടെ ചെന്നാ കുളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞോളല്ലോ. എപ്പോഴാ തിരുവനന്തപുരത്തേക്ക് പോണ്ടേ? ജോർജ് സാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന് അവിടെ ഇറങ്ങും. നീ വേണമെങ്കിൽ ഹിമയെ കൂട്ടി വിളിച്ചോ. ഓ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. രവിയേട്ട പോയിട്ട് വാ. ആ പിന്നെ ഞാൻ എൻ്റെ സാനിക്ക് കൊണ്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വരാം. ഞാൻ വന്നിട്ടേ പോകാവേ. പിന്നെ രവിയേട്ടുള്ള ഫുഡ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ടേ. രവിയേട്ടൻ ഇത്ര പെട്ടെന്ന് പോയോ? പോയി. എന്താ ഒരു വല്ലായ്മ പോലെ ശബ്ദത്തിന്? ഞാൻ കാരണത്താണ്. ജോർജ് സാറും വേറെ കുറേ ആൾക്കാരുണ്ട്, സംസാരിക്കാൻ പറ്റില്ല. ആ, ഓക്കെ. ഹലോ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ, ഏട്ടൻ പോയല്ലോ തിരുവനന്തപുരത്തേക്ക്. ഒരു അരമണിക്കൂർ കൂടെ എടുക്കും. ഞാൻ റെഡിയായി നിൽക്കാം. നീ ഒരു കാര്യം ചെയ്യാം, താഴെ എത്തിയിട്ട് വിളിക്കും കേട്ടോ. ഓക്കെ, അപ്പം ശരി. ദേ വരുന്നു.
ഞാൻ ദേ ഇറങ്ങി. ഈ സെക്യൂരിറ്റി എവിടെ പോയി? ആ ജനറേറ്റർ ഓൺ ആക്കിയോ? ഓണാക്കാൻ പോവാ. ആ ഭദ്ര പോവാം. പോ. ഇങ്ങോട്ട് വന്നേ നീ. പോടി ഓടുന്നു. ഓടുന്നുണ്ടെങ്കിൽ ഒളിച്ചോടാതെ നിന്റെ അച്ഛൻ കാണുക ഓടണം. അതല്ലേ ഹീറോയിസം? എന്താ മോന്റെ പേര്? ജോൺകുട്ടി. അങ്കിളുടെ പേരെന്താ? എന്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ ഇവളുടെ അച്ഛനാ. നിങ്ങൾ എന്നും വരാറുണ്ടോ ഇവിടെ? ജോണിന്റെ കോളേജ് മേറ്റ് ആണ്. ഇപ്പൊ വഴി വെച്ച് കണ്ടു. കുറച്ചേരം സംസാരിച്ചിട്ട് പോവാന്ന് കരുതി. ഇവിടെ ആവുമ്പോ നല്ല സമാധാനം. മോർണിംഗ് വാ. അച്ഛാ, ഏത് കോളേജിലാണ് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചത്? നീ പറയുന്നത് തന്നെ ആവണം അവളും പറയുന്നത്. നിനക്ക് എന്നെ കുറിച്ച് അറിയാവോ? ഇനി അവളെ കാണരുത്. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. വാ ചേച്ചി, വാ. ബാല, നീ എവിടാ? സൈറസ് ക്ലൗഡ്. തൂവെള്ള മേഘമെന്ന് ഞാൻ കരുതിയിരുന്നത് വാസ്തവത്തിൽ ഒരു കറുത്ത മേഘമായിരുന്നു ബാല. നീ ഇവിടെ എത്തിയ? ഇങ്ങനെ 24 മണിക്കൂർ റിസർച്ച് ചെയ്യല്ലേ. കാർ മേഘം വെളുക്കുകയോ കറക്കുകയോ ചെയ്തിട്ട് വാ, ചായ കുടിക്കാൻ പോവാ. ചായ വേണ്ട ബാല. ഈ സമയത്ത് മറ്റു കുടിക്കാൻ പറ്റുമോ? നീ ഇറങ്ങി വാടേ. എന്റെ പ്രവചനങ്ങളെല്ലാം തെറ്റുകയാണല്ലോ. ഇത് എന്തു പടാ ഇത്? നീ ഇപ്പൊ എവിടാ? ഞാൻ എന്റെ ഫ്ലാറ്റിന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ് ബാല. ഫ്ലാറ്റില്ല? നീ എന്ത് പിച്ചമ്പായി പറയുന്നത്? ഫോൺ ബിന്ദുവിന്റെ കൈ കൊടുത്തേ. ബിന്ദു പോയി. അവള് പോട്ടെ, നീ ഓഫീസിൽ വാ. എങ്ങനെ വരെ? ഫ്ലാറ്റും പൂട്ടിക്കൊണ്ടാണ് അവള് പോയത്. ഞാൻ ഇതിനകത്താണ്. എന്തോ സംശയം തെറ്റി കാണും. അതാണ് അവളെ ഫ്ലാറ്റും പൂട്ടിയിട്ട് അങ്ങ് പോയത്. അവളെവിടെ പോയാ? അവൾ എങ്ങോട്ടാ പോയി? ആരുടെ കൂടെയോ പോയി. ഞാൻ പെട്ട്, എല്ലാം കൊണ്ടും പെട്ട്. രവി, ഹലോ രവി, ഇനി ഉള്ളതാണോ? ഭയങ്കര വായനയാണല്ലോടാ.
പറയച്ചാ എന്തൊക്കെയുണ്ട്? അല്ല മോളെ, നിന്റെ കൂടെ രവിയും മോളും വരുമെന്നാ ഞങ്ങൾ കരുതിയത്. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, രവിയേട്ടൻ്റെ മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞങ്ങൾ വരാം. വരുന്നു. എത്ര കാലം ഇത് കേൾക്കുന്നു. എന്തായാലും ചേച്ചി വന്നല്ലോ, എനിക്കത് മതി. സത്യം പറഞ്ഞാൽ അങ്ങേര് വരണമെന്ന് എനിക്കില്ല. അങ്ങേര് ഇന്ന് മഴ പെയ്യോ പെയ്യത്തില്ലയോ എന്നൊക്കെ നോക്കി അവിടെ ഇരിക്കട്ടെ. ഭദ്ര, അവൻ അവളുടെ കൂടപ്പറപ്പല്ലേ, അവന് വിഷമുണ്ടാവില്ലേ? പിന്നെ ചേച്ചി, ഞാൻ വേറൊരു കാര്യം പറയാം, വിഷമം വിചാരിക്കരുത്. നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ നല്ലൊരു കോമഡി കഥാപാത്രമാണ്. ഒന്നും മിണ്ടാതിരിക്കടാ. സോറി അച്ഛാ, ചേച്ചി ഇപ്പോഴല്ലേ കിട്ടിയത്. ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണ്? ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം പറയാം. ഭദ്രൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും അച്ഛാ. എത്ര ആലോചന അവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നാ. പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരാളോട് ഞാൻ പോയി. നിങ്ങൾക്ക് ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷേ ഞാൻ ഹാപ്പിയാണ് അച്ഛാ. എന്നാലും ചേച്ചി കണ്ടുപിടിച്ച ഐറ്റം ഒരു അടാറ് ഐറ്റം തന്നെയാണ്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ചില ഊള ഭർത്താക്കന്മാർ പറയുന്ന സ്ഥിരം ഡയലോഗായിട്ട് അളിയ, നീ ഇതിനെ കാണരുത്. അവക്കിവിടെ എന്തിൻ്റെയായിരുന്നു കുറവ്? വീടിന് വീട്, കാറിന് കാറ്, ഡ്രസ്സിന് ഡ്രസ്സ്. പിന്നെ അവക്ക് അർദ്ധരാത്രി തോന്നുമ്പോ അവളുടെ അമ്മൂമ്മയുടെ തട്ട് ദോശയും ഓംലെറ്റും. ഇവിടെ ഒരു കുറവ് ഞാൻ വെച്ചിട്ടില്ല. സമാനപ്പെടും, ഒരു വഴി ഉണ്ടാക്കാം. എന്താ വഴി? അല്ല, നീ ക്യാമറയെ കണ്ടെന്ന് പറഞ്ഞ ആളില്ലേ, നിന്നേക്കാളും പ്രായം കുറവാണോ? ആയിരിക്കും. ആയിരിക്കുന്നല്ല, ആണോ? ആണ്. എത്ര പ്രായക്കുറവാണോ? ഒരു 10-15 വയസ്സ് കുറവായിരിക്കും. മൈ ഗോഡ്, അപ്പൊ യൂത്തൻ. എടാ, ഉരുണ്ട ശരീരം, ഇരുനിറം. ആ, അപ്പ രവി എന്താന്നേ ഇതാണ് നീ വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞ്? അല്ല, ഞാൻ പറഞ്ഞത് കുഴപ്പമായോ? 2 കരിക്കിടണേ. ഇങ്ങനെയൊക്കെ നടന്നിട്ട് എത്ര കാലമായി. ചേച്ചി ഇങ്ങോട്ട് വരാഞ്ഞിട്ടല്ലേ? എപ്പോ ചേച്ചി? ഇപ്പൊ എത്തിയുള്ളൂ. നീ ഞെട്ടിയോ ശരിക്കും? ഞെട്ടി, എന്റെ കെട്ടിയാരാണ് ഞെട്ടി. ഇന്നിനി ഇവിടെ സ്റ്റേ ചെയ്യാം മോളെ, പ്ലീസ്. അച്ഛാ, ആ ചേച്ചി. ആ മോളെ, രവി നാളെയല്ലേ വരുള്ളൂ? അമ്മേ, അത് രവിയേട്ടനോട് പറയാതല്ലേ ഞാൻ വന്നേ. അതിൻ്റെ ഒരു പ്രയാസത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ ഡ്രസ്സൊന്നും എടുത്തിട്ടുമില്ല, മോളെയും പിക്ക് ചെയ്യാനുണ്ട്. മോളെ ഞാൻ വിളിച്ചോളാം. അബി, ഡ്രസ് കൊടുക്കണേ. അളിയനെ നമുക്ക് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാം. ശ്ശോ, അതൊന്നും പറ്റത്തില്ല. എന്ത് പറ്റില്ലെന്ന്? അത് മതി അല്ലേ? ആ, അന്ന് നിന്നോട് ഞാൻ പറഞ്ഞപ്പോ നീ തമാശയാണെന്നാണോ വിചാരിച്ചേ? അച്ഛാ പ്ലീസ് അവനെ വിട്ടേക്ക്. വിടാം, പക്ഷേ ഇവനെ ഈ നാട്ടിൽ കാണരുത്, ഈ രാജ്യത്ത് പോലും കാണരുത്, കേട്ടല്ലോ? ഞാൻ ഒരിടത്തേക്കും പോകൂല. അവളുള്ള സ്ഥലത്ത് ഞാനും ഉണ്ടാവും. അച്ഛാ പ്ലീസ്. നീ ഒന്നും മിണ്ടണ്ട, നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും. ഇനി നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അച്ഛാ പ്ലീസ്. ഇനി ഇവൻ ചാവണോ വേണ്ടയെന്ന് നിനക്ക് തീരുമാനിക്കാം. ചെന്നൈക്ക് പോകാൻ തയ്യാറായിക്കോ.